വിദ്യാർത്ഥി ആത്മഹത്യകൾ ഒരു സ്ഥിരം വാർത്തയാവുകയാണിപ്പോൾ. അധ്യാപകരിൽ നിന്നും സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന മാനസിക ശാരീരിക പീഡനങ്ങളൊക്കെ തന്നെയാണ് ഈ ആത്മഹത്യകൾക്കൊക്കെ പിന്നിലെ കാരണങ്ങളും. ബീഹാറിലെ കിഴക്കൻ ചമ്പാരനിലും ഇത്തരത്തിലൊരു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ നടന്നിരിക്കുകയാണ്. മരണത്തിന് പിന്നിലെ കാരണം അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഇന്നലെയാണ് ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയായ റിമി കുമാരി എന്ന പെൺകുട്ടി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ വിദ്യാർത്ഥിനിയെ ഹോസ്റ്റൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ അവളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരിച്ചിരുന്നു. മോത്തിഹാരിയിലെ മുഫാസിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ ആ ഹോസ്റ്റലിലെ റിമി താമസിച്ചിരുന്ന മുറി വളരെ നേരമായി അകത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു എന്നതാണ്. സുഹൃത്തുക്കളെത്തി വിളിച്ചിട്ട് പോലും റിമി മുറി തുറക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിൽ സംശയം തോന്നിയ ഹോസ്റ്റൽ അധികൃതരും വിദ്യാർത്ഥികളും ബലമായി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് അബോധാവസ്ഥയിൽ തൂങ്ങി നിൽക്കുന്ന റിമിയെ കണ്ടെത്തുന്നത്. ഇതൊരു ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആത്മഹത്യയ്ക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനായി കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണിപ്പോൾ. കൂടാതെ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുമുണ്ട്. 3 വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടുന്ന പ്രത്യേകം രൂപീകരിച്ച ബോർഡായിരിക്കും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുക. അന്വേഷണത്തിന്റെ ഭാഗമായി മരണത്തിന്റെ കൃത്യമായ കാരണവും സാഹചര്യവും നിർണ്ണയിക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളും സൂക്ഷിക്കും. कोई भी रिवाइव नहीं हुआ सर, लेकिन हम उसको ब्रॉड डेट डिक्लेयर किए कि वो ऑलरेडी ब्रॉड डेट में था. वो जो उनका ही गले पे मार था वो आशंका था कि वो ड्रिंकिंग का ഇതാണ് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം. പെൺകുട്ടിക്ക് കോളേജിൽ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്നതാണ് കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. നല്ല രീതിയിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് നേടുന്ന ഒരു പെൺകുട്ടി കൂടിയായിരുന്നു റിമി. അതുകൊണ്ട് തന്നെ കോളേജിനുള്ളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ സമ്മർദ്ദമോ റിമിക്കുണ്ടെന്ന് കരുതുന്നില്ല എന്ന് കോളേജ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. हाँ बेहोश थी तो हम लेके उसको तुरंत ही हॉस्पिटल लेके आए. तो हॉस्पिटल में डॉक्टर साहब ने मतलब देखा, उसको ऑक्सीजन वगैरह दी शुरू में. तो उन्होंने डॉक्टर साहब ने अपना पूरा प्रयास किया. क्या लगता है सर? अब मुझे नहीं कोई उसकी कोई वो नहीं बच्ची बहुत अच्छी पढ़ने में, कोई शिकायत नहीं, बहुत अच्छे उसके मार्क्स आ रहे हैं. अब बाकी बात तो पुलिस वो जांच करके बताएगी. हैंगिंग बॉडी था ऐसा? नहीं हैंगिंग नहीं. अभी पुलिस गई है वहाँ पे कॉलेज कैंपस में, उन्होंने उसका मोबाइल फ़ोन वगैरह ले लिया है, तो पुलिस जांच करेगी. उनका फ़ोन भी आया था कि मोबाइल फ़ोन का हमने कहा हॉस्पिटल में अवेलेबल है. उनका एग्ज़ाम चल रहा था. कल वो बच्ची एग्ज़ाम दे के आई थी. आज 20 तारीख को बेतिया सेंटर है बच्ची इनका, तो उसका एग्ज़ाम भी अच्छा होता है, सारी चीज़ और अच्छे मार्क्स आते हैं. എന്നാൽ കോളേജ് അധികൃതരുടെ ഈ വിശദീകരണം പോലീസ് പൂർണ്ണമായും കണക്കിലെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ മറ്റെന്തെങ്കിലും പ്രശ്നം റിമി നേരിട്ടിരുന്നു എന്നതും അന്വേഷിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഏതെങ്കിലും ബാഹ്യഘടകങ്ങളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമായി മരിച്ച വിദ്യാർത്ഥിനിയുടെയും കുടുംബാംഗങ്ങളുടെയും കോൾ ഡീറ്റെയിൽസ് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് ഫോറൻസിക് തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും റിമിയുടെ ആത്മഹത്യ വിദ്യാർത്ഥികളിലും പ്രദേശവാസികളിലും അടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള ആശങ്കയാണ്. അതീവ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും ഇതിനുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.